إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും അതിസൂക്ഷ്മമായി നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയും. നമ്മുടെ ഓരോരുത്തരുടെയും ഭൗതിക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിത നിലനിൽപ്പിനു വേണ്ടി നിശ്ചയിച്ചു തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്നുള്ളത്. സമ്പത്തു നൽകി നമ്മളെ അനുഗ്രഹിച്ചു എന്നത്, അത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാക്കി തന്ന സമ്പത്ത്, അത് ഒരു വേള പരീക്ഷണം കൂടിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഓതാറുള്ള സൂറത്തുൽ കഹ്ഫിലെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം അലങ്കാരമാണ്, സീനത്താണ് എന്ന് പറഞ്ഞത് കാണാം. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ
മക്കളും സമ്പാദ്യവും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാകുന്നു സീനത്ത് എന്നാണ് അവിടെ പ്രയോഗിച്ചത്. എന്നാൽ സൂറത്തു അൻഫാലിൽ 28-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാൽ സമ്പത്തിനെ പറ്റി പറഞ്ഞത് വഅലമു അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. നിങ്ങൾ അറിയണം, നിങ്ങളുടെ സമ്പത്തിലും സമ്പാദ്യങ്ങളിലും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്, പരീക്ഷണമാണ്, ഒരു പരീക്ഷണമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അലങ്കാരമായി തോന്നുന്ന അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലെ വലിയ അനുഗ്രഹമായ നമ്മുടെ സമ്പാദ്യം അത് അലങ്കാരമായി തോന്നുമ്പോൾ തന്നെ അത് വലിയ ഒരു പരീക്ഷണമായി നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്പത്തുമായി നടത്തിയ പരാമർശങ്ങൾ അതിൽ നമുക്ക് കാണാം. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓരോ സമുദായങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പരീക്ഷണ വസ്തുക്കളെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. ഓരോ തലമുറക്കും വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ, ഓരോ വസ്തുവിലൂടെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഫിത്നത്തു ഉമ്മത്തി, എന്റെ ഈ സമുദായത്തിന്റെ, എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം അൽ മാൽ, അത് സമ്പത്താണ് എന്നാണ്. ഈ ഉമ്മത്തിന് പരീക്ഷണ വസ്തു അത് സമ്പത്താണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും സാമ്പത്തിക രംഗത്ത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്ന അത്രയും ഗൗരവമേറിയ വിഷയമാണ് നമ്മുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ അതിൽ വിശുദ്ധിയും അതേപോലെ തന്നെ അത്തരം സംഗതികളൊക്കെ, മതപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ നമുക്ക് സമ്പത്തിനോടുള്ള വിശ്വാസികളുടെ സമീപനവുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ ആ 7 കാര്യങ്ങളിൽ ഒന്നാമത്തത്, നമ്മുടെ ഓരോരുത്തരുടെയും സാമ്പത്തികമായ സ്രോതസ്സുകൾ പലതാണ്, സാമ്പത്തികമായ മേഖലകൾ പലതാണ്. ആ സാമ്പത്തികമായ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തെ കാര്യം, സമ്പത്ത് മുഴുവൻ നമുക്ക് ഉള്ള, നമ്മുടേതെന്ന് നമ്മൾ പറയുന്ന സമ്പത്ത് മുഴുവൻ റബ്ബിന്റേത് മാത്രമാണെന്ന് വിശ്വസിക്കുക എന്നതാണ് അതിലൊന്നാമത്തെ കാര്യം. എന്റേതാണ് എന്ന് പറയാൻ, സ്വന്തമാണെന്ന് പറയാൻ ഒന്നുമില്ലെന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നമ്മുടെ പാടവും പറമ്പും പണ്ടവും പണവും എല്ലാം അതിന്റെ പൂർണ്ണമായ ഉടമസ്ഥത എനിക്കല്ല, നമുക്ക് ഓരോരുത്തർക്കുമല്ല. മറിച്ച് നമ്മുടെ ശ്വാസം നിലച്ചാൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ ബാങ്ക് ബാലൻസും നമ്മുടെ പറമ്പായും പണ്ടായും നമ്മുടേതെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ സാമ്പത്തികമായ സ്രോതസ്സുകളെല്ലാം ഒന്ന് ശ്വാസം നിലച്ചാൽ അത് അനന്തരാവകാശികൾക്ക് അതിന്റെ ഓണർഷിപ്പ് മാറുമെന്നതാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ തന്നെ സമ്പത്ത് ചെലവഴിക്കണമെന്ന് പറഞ്ഞെടുത്ത് പോലും അള്ളാഹുവിന്റെ സമ്പത്ത് എന്നാണ് പറഞ്ഞത്, നമ്മുടെ സമ്പത്ത് എന്നല്ല ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ദാനം ചെയ്യാൻ പറഞ്ഞ ആയത്തുകളിലൊക്കെ നമുക്ക് കാണാം, പ്രത്യേകം ആ പ്രയോഗം നമുക്ക് കാണാം. വആതൂഹും മിമ്മാലില്ലാഹില്ലദീ, പിന്നെ മിമ്മാലില്ലാഹില്ലദീ ആതാക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നിട്ടുള്ള അല്ലാഹുവിന്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ പാവങ്ങൾക്ക് ചെലവഴിക്കുക എന്നാണ്. അവിടുത്തെ പരാമർശം നോക്കിയേ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് യതീമുകൾക്ക്, മിസ്കീനുകൾക്ക് കൊടുക്കാന്നല്ല, അല്ലാഹുവിന്റെ സമ്പത്തിൽ നിന്ന്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അല്ലാഹുവിന്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ദാനം ചെയ്യുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ വേറെയും ആയത്തുകളിൽ നമുക്ക് അത്തരം പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമത് നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ രാജാധികാരം, ഇതിന്റെ ഉടമസ്ഥൻ എന്റെ റബ്ബാണ്, എന്റെ റബ്ബിന്റെ കൈകളിലാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നത് പിൻവലിക്കും. വലിയ വലിയ സാമ്പത്തികാവസ്ഥയുള്ളവർ എത്ര ക്ഷണ നേരം കൊണ്ടാണ് അവർ ദരിദ്രരായി, മിസ്കീന്മാരായി മാറുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവൻ അത് പിൻവലിക്കുമെന്നാണ്. അപ്പോൾ എന്റെ അധികാരം എന്റെ മിടുക്ക് കൊണ്ടാണ്, എന്റെ ജോലിയുടെ വലിപ്പം കൊണ്ടാണ്, എന്റെ ഈ സാമ്പത്തികാവസ്ഥകൾ ഞാൻ ഉണ്ടാക്കിയത് എന്ന ആ അഹങ്കാരത്തിന്റെ വർത്തമാനം നിർത്തി നമ്മൾ ഈ സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹു ആണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഹലാലും ഹറാമും നോക്കാതെ നമ്മുടെ സമ്പത്തിൽ ഒരു രൂപ പോലും
നമ്മൾ സമ്പാദിക്കരുത് എന്നതാണ്. ഒരു രൂപ പോലും നമ്മൾ ചെലവഴിക്കരുത് എന്നുള്ളതാണ്. ഒരു രൂപ പോലും നമ്മൾ സമ്പാദിക്കരുത് എന്നുള്ളതാണ്. അത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഹലാലാവാത്ത ഒരു രൂപ പോലും നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ സമ്പാദ്യത്തിൽ കടന്നുകൂടിയിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. സാമ്പത്തിക അവസ്ഥയിൽ ഹറാമുകൾ കലർന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പോലും ഉത്തരം നൽകപ്പെടുകയില്ല സഹോദരന്മാരെ. അത്രയും ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 29-ാമത്തെ ആയത്തിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ലാ തഅ്കുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ഓ വിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അന്യായമായി അന്യോന്യം എടുത്തു തിന്നരുത്. നിരർത്ഥകമായി അന്യായമായി ബാത്തിലായ നിലക്ക് നിങ്ങൾ തിന്നരുത്. ഇപ്പൊ 10 രൂപയാണോ അത് ഗൗരവമാണ്. 1 രൂപയാണോ അന്യായമായി അന്യന്റെ മുതൽ കയ്യിലുള്ളത്, അത് അത്ര ഗൗരവത്തിലാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹലാലാണോ തൊയ്യിബാണോ എന്ന് കൃത്യമായി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ തിന്നിക്കുന്ന സമ്പാദ്യത്തിൽ ഹറാമുകൾ കലരുന്നുണ്ടോ? നമ്മുടെ ജോലി ഹറാമായ രൂപത്തിലുള്ള ജോലിയാണോ? വലിയ ഗൗരവമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന നേരിടുന്ന 5 ചോദ്യങ്ങൾ, ആ 5 ചോദ്യങ്ങളിൽ 2 ചോദ്യം സമ്പാദ്യവുമായി ബന്ധപ്പെട്ട. എന്താ? ബിന്നൈനക്തസബഹു, എവിടെ നിന്നാണ് സമ്പാദിച്ചത്? അതിന്റെ സോഴ്സ് ചോദിക്കും. ഹലാലാണോ തൊയ്യിബാണോ? മിൻ വഫീമ അൻഫഖഹു, സമ്പാദിച്ച് ചെലവഴിക്കുന്നത് എവിടെയാണ്? ഹലാലായ വഴികളിലാണോ ചെലവഴിക്കുന്നത്? അതും ചോദ്യമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത് ശ്രദ്ധിക്കാനുള്ളത്, ഹലാലും ഹറാമും പരിഗണിച്ചുകൊണ്ടാണോ നമ്മൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് നമ്മൾ ഗൗരവത്തോടുകൂടെ അത് ചിന്തിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ സമ്പത്തിൽ ഒരു നിലക്കും പലിശയുമായി ബന്ധപ്പെട്ട ഒരു നിലക്കുമുള്ള കൂടിക്കലരലുകൾ നമ്മുടെ സമ്പാദ്യങ്ങളിൽ ഉണ്ടാകരുത് എന്നതാണ്. ഇത് വളരെ ശക്തമായ താക്കീതാണ്. പലിശയുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. റിബ എന്നാണ് ഖുർആൻ അറബിയിൽ പലിശക്ക് പറയുന്നത്. റിബ തിന്നവൻ അവൻ പിശാച് മറിച്ചു വീഴ്ത്തുന്നവനെ പോലെ അവൻ നാളെ പരലോകത്ത് മറിച്ചു വീഴ്ത്തപ്പെടുമെന്നാണ്. മാത്രമല്ല, പലിശയുമായി ബന്ധം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ റബ്ബിൽ നിന്നുള്ള, അവന്റെ പ്രവാചകനിൽ നിന്നുള്ള യുദ്ധപ്രഖ്യാപനത്തെ നിങ്ങൾ കാത്തിരിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ പലിശയുമായി ബന്ധപ്പെട്ട ഒരു നിരക്കും പല ആളുകളും അവരുടെ വാഹനം, വീട്, സ്ഥാപനങ്ങൾ, ആളുകൾ ബാങ്കുമായി ബന്ധപ്പെടുന്നു, ലോണുമായി ബന്ധപ്പെടുന്നു. അപ്പൊ ആളുകൾ ചോദിക്കുന്നത്, എങ്ങനെ ബിസിനസ്, കച്ചവടം, അത് ലോണും മറ്റു പലിശയൊന്നുമില്ലാതെ ഇക്കാലത്ത് ബിസിനസ് നടക്കില്ലെന്നാണ്. പലിശയുടെ ഗൗരവം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് പോലെയാണ് അതിന്റെ എണ്ണവും വിശുദ്ധ ഖുർആനിൽ കാണാം. അത്രയും വലിയ ഗൗരവത്തോടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പാപത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ പലിശയുമായി ബന്ധമുള്ള സമ്പാദ്യങ്ങളിൽ ബറക്കത്തുണ്ടാവില്ല എന്നാണ്. ബറക്കത്ത്, അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹം അതിലുണ്ടാവുകയില്ല. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അവൻ വലിയ പാപിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മൂന്നാമത് നമ്മൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലിശയുടെ ഒരു നിലക്കുമുള്ള ബന്ധം നമ്മുടെ സമ്പാദ്യത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. നാലാമത്തെ കാര്യം, നമ്മുടെ സമ്പത്തിൽ ഒരു നിലക്കും പിശുക്ക് പാടില്ല എന്നുള്ളതാണ്. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പരിധിയെത്തിയ സാമ്പത്തികമായ പരിധി, നിസ്വാബെത്തിയ ആളുകൾക്ക് അവിടെ സക്കാത്ത് നിർബന്ധ ദാനമായി സക്കാത്തിനെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ മറ്റ് ദാനധർമ്മങ്ങളെ പഠിപ്പിച്ചു, സ്വതക്കയെ പ്രോത്സാഹിപ്പിച്ചു. 1000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കയ്യിൽ തന്ന് 25 രൂപ പാവപ്പെട്ടവന് നൽകാൻ പറയുമ്പോ 975 നിന്റേത് ആണ്, അത് നിനക്ക് 25 രൂപ കൊടുക്കുന്നതിലൂടെ 2.5% കൊടുക്കുന്നതിലൂടെ അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് നിന്റെ മറ്റു സമ്പാദ്യമെല്ലാം ശുദ്ധീകരിക്കപ്പെടുകയാണ് അതിലൂടെ എന്നാണ്, നിനക്ക് ഹലാലാക്കപ്പെടുകയാണ് അതിലൂടെ എന്നാണ്. എന്നാൽ അതുപോലും കൊടുക്കാൻ കൂട്ടിക്കിഴച്ച് കൊടുക്കാത്തവർ എത്ര ആളുകളുണ്ട്. പാവപ്പെട്ടവർക്ക് സ്വതക്കയായി അവരുടെ പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ സമ്പാദ്യം ചെലവഴിക്കാത്തവർ എത്രയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും അവിടെ പിശുക്കും മടിയും നമ്മൾ അത്തരം വിഷയങ്ങളിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യം പഠിപ്പിച്ചത്. വിശുദ്ധ
വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ 180-ാമത്തെ ആയത്ത്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അതാണ്. എന്താണ്? അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഫദ്ലായി നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ പിശുക്കു കാണിക്കൽ അവർക്ക് ഗുണകരമാണെന്ന്, ഖൈറാണെന്ന് അവരൊരിക്കലും വിചാരിക്കരുത്. ബൽ ഹുവ ശർറുൻ ലഹും, അവർക്കത് ദോഷകരമാണ്, അവർക്കത് അപകടകരമാണ്, ആപത്താണ് പിശുക്കു കാണിക്കൽ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ അല്ലാഹു നമുക്ക് തന്ന വലിയ അനുഗ്രഹമായ നമ്മുടെ സമ്പത്ത് അത് പാവപ്പെട്ടവർക്ക്, അതിന്റെ അർഹരായ ആളുകൾക്ക്, ബന്ധുക്കൾക്ക്, ബന്ധുക്കളിൽ മിസ്കീന്മാരായ ആളുകൾക്ക്, അയൽവാസികൾക്ക്, അതേപോലെ ഒരുപാട് വിധവകളും അനാഥകരും രോഗികളും നിരാലംബരുമായ ആ ആളുകളെ സഹായിക്കാൻ കൂടി സമ്പത്തിൽ നിന്ന് സ്വതക്കയായി നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ട്. പിശുക്കി വെച്ച സമ്പത്ത് കണ്ടാഭരണമായി, അതാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിന്റെ അവസാനത്തിൽ, സൂറത്ത് ആൽ ഇംറാന്റെ 180-ാമത്തെ ആയത്തിൽ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? സയുതബ്ബിഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. അവൻ സമ്പാദിച്ചു വെച്ച, അങ്ങനെ പിശുക്കി അവൻ ഉണ്ടാക്കി വെച്ച സമ്പത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തപ്പെടും. മാലയായി അത് ചാർത്തപ്പെടുന്നതാണ്. അപ്പൊ 4-ാമത്തെ പോയിന്റ്, നമ്മൾ സമ്പത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും പിശുക്ക് നമ്മൾ പിടികൂടരുത് എന്നാണ്. 5-ാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണം അതാണ് എല്ലാം, അതിന്റെ ശാശ്വതമാണെന്ന് നമ്മൾ ഒരിക്കലും ധരിക്കേണ്ടതില്ല, വിചാരിച്ചു പോകരുത് എന്ന്. അതിൽ പുളകം കൊള്ളുന്ന ആളുകൾ, അതിൽ അഹങ്കാരം കൊള്ളുന്ന ആളുകൾ, ഈ സമ്പത്ത് തലമുറകൾക്കുള്ളത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, അയാളുടെ സംസാരത്തിനും അയാളുടെ പെരുമാറ്റങ്ങൾക്കുമെല്ലാം അതിന്റെ ടോൺ മാറുന്നത് സാമ്പത്തികാവസ്ഥകൾ മാറി മറിയുമ്പോ, അതിന്റെ വലിപ്പം കൂടുമ്പോ ആളുകൾ പലപ്പോഴും അതിന് അഹങ്കാരവും ആ നിലക്കുള്ള ഗർവവും ആളുകൾക്ക് വർദ്ധിക്കുകയാണ്. ഇവിടെ എല്ലാം ആയി എന്ന തോന്നൽ മനുഷ്യനുണ്ടാവുകയാണ്. ഇവിടെ സൂറത്തുൽ ഹുമസയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തി പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരുവരും നാശം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത്, അല്ലദീ ജമഅ മാലം വഅദ്ദദ. അവൻ സമ്പത്ത് അവൻ ഒരുമിച്ച് കൂട്ടുകയും അത് എണ്ണി കണക്കാക്കുകയും ചെയ്യുന്നു. അവന്റെ ബാങ്ക് ബാലൻസ്, കയ്യിലുള്ളത് എത്ര കൂട്ടിക്കണക്കാക്കി, ഈ സമ്പത്താണ്, അതാണ് എനിക്ക് വലുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. എന്നിട്ട് അവൻ വിശുദ്ധ ഖുർആൻ പറയാണ്, യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവന്റെ സമ്പത്ത് ശാശ്വതമാണെന്ന്, അവന് ശാശ്വത ജീവിതം നൽകുന്ന സൗകര്യമാണെന്ന് അവൻ വിചാരിക്കുകയാണ്. ഇത് തന്നെയാണ് എല്ലാം, ഇതെനിക്ക് ശാശ്വതമായ ജീവിതം നൽകുമെന്നാണ് അവൻ കരുതുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. വൈൽ, അവർക്ക് നാശമെന്നാണ്. വൈൽ എന്ന് പറഞ്ഞാൽ അത് വാദിൻ ഫീ ജഹന്നം, നരകത്തിലെ പ്രത്യേകമായ താഴ്വരയാണ് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാർ, മുഫസ്സിറുകളുണ്ട്. ആർക്കാണിത്? സമ്പത്ത് അത് തന്നെയാണ് എല്ലാം, അത് എനിക്ക് ശാശ്വത ജീവിതം നൽകുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഇതാണ് 5-ാമത്തെ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 6-ാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമ്പത്ത് കയ്യിലുണ്ടായിട്ടും അതൊന്നും ഉപകരിക്കാൻ പറ്റാത്ത, ഈ സമ്പത്ത് എത്ര വലിയ സമ്പാദ്യങ്ങളും ഫലം ചെയ്യാത്ത ഒരു പരലോക കോടതി, ആ പരലോക കോടതിയിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ചെന്നു നിൽക്കേണ്ടി വരുന്ന ഒരു പരലോകത്തെ ഓർക്കേണ്ടതുണ്ട്. ഈ സമ്പത്തൊന്നും അവിടെ ഉപകരിക്കുകയില്ല. ഇത് നമ്മുടെ സമ്പത്ത് എത്ര വർദ്ധിച്ചാലും നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിന്തയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ. സമ്പത്തോ സന്താനങ്ങളോ ഒട്ടും ഉപകരിക്കാത്ത ദിവസമാണ് ആ ദിവസം. ഏതാണ്? പരലോകമാണ്, ഖിയാമത്ത് നാളാണ്. അവിടെ കൂട്ടുകാരില്ല, പാരന്റ്സ് ഇല്ല, നമ്മുടെ ബന്ധുക്കളില്ല, ആരുമില്ല. അവിടെ ഏകാഗിയായി കൊണ്ട് വകുല്ലുഹും ആതി യൗമൽ ഖിയാമത്തി ഫർദ. എല്ലാവരും ഒറ്റക്കൊറ്റക്ക് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ചെന്നു നിൽക്കുന്ന ആ പരലോക കോടതിയിൽ യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ അവിടെ ഉപകരിക്കുകയില്ല എന്നാണ്. പിന്നെന്താണ് അവിടെ ഉപകരിക്കാത്ത ദിവസം? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ ഹൃദയവുമായി ആരാണോ റബ്ബിനെ കണ്ടുമുട്ടുന്നത് അവർക്കാണ് അവിടെ രക്ഷയുള്ളത്. അവിടെ ശിർക്കില്ലാതെ, അല്ലാഹുവല്ലാത്ത മറ്റൊരാൾക്കും ആരാധനകൾ സമർപ്പിക്കാത്ത, വഴിമാറിപ്പോകാത്ത, അല്ലാഹുവിൽ മാത്രം അചഞ്ചലമായി വിശ്വസിക്കുന്ന, തൗഹീദ് ഉൾക്കൊണ്ട, ബിദ്അത്തുകളില്ലാതെ, ഹറാമുകളില്ലാതെ,
വൃത്തികേടുകൾ ചെയ്യാതെ സാമ്പത്തിക രംഗം ക്ലിയറാക്കിയ ആളുകൾ, അവർക്ക് മാത്രമാണ് നാളെ പരലോകത്ത് രക്ഷയുള്ളത്. അല്ലാത്തവരുടെ സമ്പത്ത്, സന്താനം ഒന്നും ഉപകരിക്കാത്തൊരു ദിവസമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്ന ചിന്ത നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകണം. നമ്മൾ മരണപ്പെടുന്നതോടുകൂടെ സഹോദരങ്ങളെ ഇത് നമ്മുടേതല്ലാതാവുകയാണ്. നമ്മൾ ഏത് സമയത്താണോ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്, ആ സമയം മുതൽ നമ്മൾക്ക് എത്ര മക്കളാണ്, ആ മക്കളിലേക്ക് അതെന്തെയാണ്, അത് അനന്തരമായി അനന്തരാവകാശികളിലേക്ക്, ആ പറമ്പിന്റെ ഏക്കർ കണക്ക് ഭൂമിയുടെ ഓണർഷിപ്പ് എന്തെയാണ് മക്കളിലേക്ക്. അതേപോലെ തന്നെ ആരിലേക്കാണോ ഇസ്ലാം പറഞ്ഞ നിയമങ്ങൾ, അനന്തരാവകാശ നിയമങ്ങൾ, അവരിലേക്ക് എന്ത് ചെയ്യും, അത് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇത് മുമ്പ് ആരുടേതോ ആയിരുന്നു, നമുക്ക് അനന്തരമായി ലഭിച്ചതാണ്. അതങ്ങനെ താൽക്കാലികമായി റഹ്മാനായ റബ്ബ് ഒരു ചെറിയ കാലഘട്ടം, ഒരു 60 കൊല്ലം, ഒരു 40 കൊല്ലം, 50 കൊല്ലം നമ്മുടെ ഒരു ഓണർഷിപ്പിൽ അതുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതെല്ലാമാണ് എന്ന് കരുതേണ്ടതില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് അല്ലാഹുവിനെ പറ്റി ഓർക്കാൻ നമ്മുടെ സാമ്പത്തികാവസ്ഥയും ഈ അനുഗ്രഹങ്ങളും അതൊരിക്കലും തടസ്സമാകരുത് എന്നുള്ളതാണ്. അതിൽ നിന്ന് അശ്രദ്ധരായി പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. ആളുകൾ സമ്പത്ത് കുന്നുകൂടുമ്പോ, അതിൽ വർധന ഉണ്ടാകുമ്പോൾ, അതിന്റെ ശമ്പളത്തിൽ അതിൽ പ്രൊമോഷൻ കിട്ടുമ്പോ, ആളുകൾ കച്ചവടങ്ങൾ മെച്ചപ്പെടുമ്പോ, ആളുകൾ മെല്ലെ പള്ളിയിൽ വന്ന ആളുകൾ മെല്ലെ ജമാഅത്തുകൾക്ക് കാണാനില്ല, നന്മയായ ഇടങ്ങളിൽ കാണാനില്ല, അത്തരം സംഗതികളിലൊന്നുമില്ല, തിരക്കുകളിലാണ്. അവരെ സമ്പത്ത് അവരെ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധമാക്കി കളയുകയാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ അപ്രകാരം ആരെങ്കിലും ചെയ്താൽ അവന്റെ സമ്പത്തും സന്താനങ്ങളും അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന്, ഇബാദത്തുകളിൽ നിന്ന്, നന്മയായ ദീനിന്റെ പഠനങ്ങളിൽ നിന്ന് ഒരാളെ അശ്രദ്ധമാക്കിയാൽ വിശുദ്ധ ഖുർആൻ പറയാണ്, ഫൗലൈക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ്, അക്കൂട്ടർ തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. അതുകൊണ്ട് തന്നെ ഈ 7 കാര്യം ഇസ്ലാം നമുക്ക് സമ്പത്തുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ഈ 7 കാര്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്നെന്താണ് നമ്മൾ പറഞ്ഞത്, അല്ലാഹു ആണ് ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ ഹറാമുകൾ കൂടിക്കലരാതെ നമുക്ക് സമ്പത്ത് അത് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നിലക്കുള്ള പലിശയും അതിൽ കൂടിക്കലരാൻ പാടില്ല. അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് പിശുക്ക് നമുക്കുണ്ടാകാൻ പാടില്ല. പണം, സമ്പത്ത് അത് ശാശ്വതമാണെന്ന ഒരു വിചാരം നമ്മളെ ബാധിക്കാൻ പാടില്ല. അതേപോലെ തന്നെ സമ്പത്ത് ഉപകരിക്കാത്ത ഒരു പരലോകം വരാനുണ്ടെന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. അതേപോലെ തന്നെ സമ്പത്തും അനുഗ്രഹങ്ങളും അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമ്മളെ ശ്രദ്ധ തിരിക്കാൻ പാടില്ല. നേരത്തെ ഓതിയ സൂറത്തുൽ കഹ്ഫിലെ ആയത്തിന്റെ അവസാന ഭാഗത്ത് എന്നിട്ട് അല്ലാഹു ബാക്കിയാകുന്ന കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൽ അമല. എന്നാൽ എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ എന്താണ്? നിന്റെ റബ്ബിന്റെ അടുക്കൽ എന്നും നിലനിൽക്കുന്നത് ബാഖിയാതു സ്വാലിഹാത്താണ്, സൽക്കർമ്മങ്ങളാണ്. സവാബൻ വ ഖൈറുൽ അമല, പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ്. ഇവിടെ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്താണ് എന്ന് സഹാബികൾ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 കലിമത്തുകളാണ് ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞത്. എന്തൊക്കെയാണത് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ 5 കലിമത്തുകളെയാണ് പ്രവാചകൻ സഹാബികൾക്ക് ബാഖിയാത്തു സ്വാലിഹാത്ത് പഠിപ്പിച്ചു കൊടുത്തത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഐ അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരമാണ് ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പഠിപ്പിച്ച പണ്ഡിതന്മാരുണ്ട്. എന്താണെങ്കിലും നമുക്ക് നാളെ പരലോകത്ത് നിലനിൽക്കുന്നത് ഇത്തരം കർമ്മങ്ങൾ മാത്രമാണ്. എന്നാൽ മനുഷ്യൻ, പ്രിയമുള്ളവരെ, ഈ സമ്പത്തിന്റെ പിന്നാലെയാണ് പരലോകം നഷ്ടപ്പെടരുത് എന്ന ചിന്തയാണ് വിശ്വാസികൾ ഉണ്ടാകേണ്ടത്. ഈ സമ്പത്തുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഏറ്റവും ക്ഷണികമായ നശിച്ചു പോകുന്ന ഈ ദുനിയാവിനേക്കാൾ മനുഷ്യൻ പരലോകത്തിന് നിസ്സാരത കൽപ്പിച്ച് ഈ ദുനിയാവിലെ വിഭവങ്ങളാണ് എല്ലാം എന്ന് തോന്നിപ്പോകുമാറാണ് മനുഷ്യന്റെ ജീവിതം. നിങ്ങളുടെ സമ്പത്തിനെ അതിയായ
രൂപത്തിൽ ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആദിയാത്തിൽ ഒരു കുതിരയെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. ആ കുതിര യജമാനന് കാണിക്കുന്ന നന്ദി പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവന്റെ റബ്ബിനോട് രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. നന്ദി കെട്ടവനാവാനുള്ള പല കാരണങ്ങൾ പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞത് അവിടെ വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവൻ അവന്റെ സമ്പത്തിനോട് അതിയായി ഇഷ്ടമുള്ളവനാണ് എന്ന്. കഠിനമായ ഇഷ്ടം, ആ സമ്പത്തിനോടുള്ള ഇഷ്ടം അവൻ എന്ത് ചെയ്തു? നന്ദി കെട്ടവനാക്കിയതാണ്. പലയിടത്തും അല്ലെ, ഏതു രംഗത്തും മനുഷ്യൻ എന്തു ചെയ്യാനും മടി കാണിക്കാത്ത അവസ്ഥയിലേക്ക് സമ്പത്തിനു വേണ്ടി ആളുകളെ വഞ്ചിക്കാൻ, അതേതു രംഗത്താണെങ്കിലും സമ്പത്തിനു വേണ്ടി എന്തും ചെയ്യാൻ ആളുകൾ തയ്യാറാവുന്ന പുതിയ കാലഘട്ടം. റസൂലുള്ളാഹി മനുഷ്യരെ പറ്റി പറഞ്ഞ യഖൂൽ ഇബ്നു ആദം മാലി മാലി, മനുഷ്യരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്റെ പണം, എന്റെ സമ്പത്ത്, എന്റെ സമ്പത്ത്. ഒരു താഴ്വര മുഴുവൻ സ്വർണം കിട്ടിയാലും രണ്ടാമതൊരു താഴ്വര ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മനുഷ്യ നീ തിന്നു തീർത്തതും ഉടുത്തു ദ്രവിച്ചു പോയതും നീ മറ്റുള്ളവർക്ക് ദാനം ചെയ്തതുമല്ല അല്ലാത്തതൊന്നും നിന്റേതല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളത് നിന്റെ മറ്റുള്ളവർക്ക് അത് അനന്തരമായി കടന്നു പോവുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ആ നിലക്ക് ഇസ്ലാം പറഞ്ഞ ഈ വിധികളും വിലക്കുകളും പാലിച്ച് മുന്നോട്ട് പോവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ വഴിയിലൂടെ സമ്പാദിക്കാനും ഹലാലായ മാർഗത്തിൽ അത് ചെലവഴിക്കാനും ആ നിലക്ക് അതിലൂടെ സ്വർഗ്ഗം കരസ്ഥമാക്കാനും സാധിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എല്ലാ രംഗത്തും പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇസ്ലാം ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ വിമർശകരും ഇസ്ലാമിന്റെ ശത്രുക്കളും പല നിലക്കുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഇസ്ലാമിന് നേരെ ഉന്നയിച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിലുടനീളം നമുക്ക് കാണുവാനും സാധിക്കുന്നതാണ്. ലോകത്തെ എന്ത് സംഭവവികാസങ്ങൾ ഉണ്ടായാലും അത് ഇസ്ലാമിലേക്കും മുസ്ലിമീങ്ങളിലേക്കും ചേർത്ത് കെട്ടാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നടന്നതാണ്. അതിന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണം, അവിടുത്തെ സിവിലിയന്മാരെയും വിനോദസഞ്ചാരികളെയും ലക്ഷ്യം വെച്ച് നടന്ന ആ സംഭവം അതേറെ നമുക്ക് പ്രയാസങ്ങളും സങ്കടവും ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ അത് അതിന്റെ വഴിക്ക് നടക്കേണ്ടതാണ്. എന്നാൽ പലപ്പോഴും ഇത്തരം സംഭവങ്ങളെ പൊതുസമൂഹത്തിൽ, മീഡിയകളിൽ, സോഷ്യൽ മീഡിയകളിൽ അത് മതത്തിലേക്ക് ചാർത്താനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്നാണ്, വിശുദ്ധ ഖുർആനിൽ നിന്നും മഹാനായ ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഇസ്ലാമിനെ പഠിച്ചാൽ അതിന്റെ സമാധാനവും അതിന്റെ ശാന്തിയും ലോകത്തെ ഏതു മനുഷ്യനും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ഒരു പക്ഷിക്കുഞ്ഞിന്റെ കൂട്ടിൽ നിന്ന് ആ കുഞ്ഞു പക്ഷിയെ എടുത്തുകൊണ്ടുവന്ന് തന്റെ അനുചരനോട് ആ തള്ളപ്പക്ഷിയുടെ അടുത്തേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോയി വെക്കണം എന്ന് പറഞ്ഞ പ്രവാചകൻ ലോകത്ത് അത് ഭീകരവാദത്തിന്റെ ഒരു വ്യക്തിയായി ലോകത്ത് പലപ്പോഴും ചിത്രീകരിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എടുത്തു നോക്കുമ്പോൾ അബദ്ധത്തിൽ പോലും തന്റെ സഹോദരനു നേരെ ആയുധം ചൂണ്ടുന്നത് പോലും ഇസ്ലാം വിലക്കാണ്. തമാശക്ക് പോലും ആയുധം ചൂണ്ടരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ തമാശക്ക് പോലും ഭീതി ഉണ്ടാക്കുന്നതിനെ ഇസ്ലാം വളരെ ശക്തമായി എതിർക്കുകയാണ്. മാത്രമല്ല, സ്വന്തം ശരീരത്തെ ആത്മഹത്യയിലൂടെ സ്വന്തം ശരീരത്തെ കൊന്നുകളയുക എന്നതുപോലും വളരെ ഗൗരവത്തോടെയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളതാണ്. ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറബ്ബിഅ മുസ്ലിമൻ, ഒരു മുസ്ലിം
ഭീതിപ്പെടുത്തുക എന്നത് അവൻ അനുവദനീയമേ അല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറവ് മൃഗത്തോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് ആ അറവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അറവ് നടത്തുമ്പോൾ പോലും അതിനെ നന്നാക്കണം. അതിനെ നിങ്ങളിൽ ഒരുവൻ കത്തിയുടെ മൂർച്ച കൂട്ടുകയും അറവ് മൃഗത്തിന് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ എന്നാണ്. അവിടെയെല്ലാം ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് അവിടെ എല്ലാം കൃത്യമായ നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എവിടെയും ഭീകരവാദവും തീവ്രവാദവും എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നതേ അല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയം എന്താണ്? ഇത്തരം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച സൂറത്തുൽ മാഇദയിലെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, ആരെങ്കിലും അന്യായമായി വധിച്ചു കളഞ്ഞാൽ, ന്യായമായി വധിക്കാൻ ഒരു വധത്തിന് പകരമായി വധം അത് ഭരണകൂടം നടപ്പിലാക്കേണ്ട ഇസ്ലാമിന്റെ ശിക്ഷാരീതികളാണ്. എന്നാൽ അന്യായമായി ഒരു നിരപരാധിയെ, ഒരു മനുഷ്യനെ വധിച്ചു കളയുന്നത്, ഒരു മുസ്ലിമിനെ എന്നല്ല, ഒരു മനുഷ്യന്റെ ജീവൻ അന്യായമായി അപഹരിക്കുന്നത്, ഔ ഫസാദിൻ ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത്, ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നത് പോലെയാണ് എന്നാണ്. 700 കോടി മനുഷ്യനെ കൊന്നതുപോലെയാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ഒരാൾക്ക് സുരക്ഷയൊരുക്കുക, ഒരാളുടെ ജീവന് പ്രൊട്ടക്ഷൻ ഒരുക്കുക എന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതുപോലെയാണ്. ആ സംഭവത്തിൽ തന്നെ ഒരു മുസ്ലിം സഹോദരൻ നമ്മൾ കണ്ടു. ആ തോക്ക് തട്ടിത്തെറിപ്പിക്കുന്നതിനിടയിൽ സ്വന്തം ജീവൻ പൊലിഞ്ഞുപോയ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു. ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ ജീവനെ സംരക്ഷിക്കണമെന്നാണ് ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കൃത്യമായി നമുക്കറിയാം. പക്ഷെ നമ്മുടെ പരിസരങ്ങൾ, നമ്മുടെ വാഹനങ്ങളിലും നമ്മുടെ പരിസരങ്ങളിലുമുള്ള പലരും ഇത്തരം സംഭവങ്ങൾ, ഇസ്ലാമോഫോബിയ ഇവിടെ ശക്തമായി ആളുകൾ വളർത്തിക്കൊണ്ടുവരികയാണ്. ഇസ്ലാം പേടി എന്നത് ആളുകളുടെ മനസ്സുകളിൽ, നമ്മളോട് പുഞ്ചിരിച്ചിരുന്നവർ, നമ്മളോട് കൂടെ യാത്ര ചെയ്തിരുന്നവർ, അവർ പലപ്പോഴും ഈ വഴികളിലേക്ക് മെല്ലെ മെല്ലെ എത്തിപ്പെടുന്നത് ഇവിടുത്തെ മീഡിയകൾ കൊണ്ടുവരുന്ന ഇസ്ലാം പേടിയിലൂടെയാണ്. ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്ന് ആവർത്തിച്ചു പറയുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പറ്റി നമ്മൾ കൃത്യമായി പഠിക്കുകയും സമാധാനത്തിന്റെ മതമായ ഇസ്ലാമിനെ കൃത്യമായി പൊതുസമൂഹത്തിന് പഠിപ്പിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, ഒരു പ്രത്യേകമായ കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം ഹജ്ജിന് പോകാൻ തയ്യാറായ, അതിന് നിയത്താക്കി അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാരുണ്ട്. അവർക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട് കൃത്യമായ പഠനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പ് എല്ലാ വർഷവും നമ്മൾ നടത്തിപ്പോരുന്നുണ്ട്. അത്തരമൊരു ക്യാമ്പ് ഇൻഷാ അല്ലാഹ് നാളെ നടക്കാനിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും അതേപോലെ തന്നെ ആരോഗ്യവുമുള്ള ഈ 2 നിബന്ധനകൾ ഒത്തുവന്നവർക്കെല്ലാം അവർക്ക് ഹജ്ജ് നിർബന്ധമാണ് എന്നുള്ളതാണ്. അവിടെ ഹജ്ജ് എന്നതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ അത് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് പൂർത്തിയാക്കി വരിക എന്നത് വേറെ തന്നെ തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലുള്ള ഹജ്ജ് ആകണമെങ്കിൽ അത് കൃത്യമായി പ്രമാണങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് പഠിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ ആ കാര്യം അനുഷ്ഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? സാധിക്കേണ്ടതുണ്ട്. ഹജ്ജിന്റെ കർമ്മങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിർവഹിക്കണമെന്നാണ്. ഖുദൂ അന്നി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. അബദ്ധങ്ങൾ പറ്റിയാൽ നമുക്ക് പിന്നെ മറ്റൊരവസരം നമുക്ക് ലഭിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്യാമ്പ്, ഹജ്ജ് പഠന ക്യാമ്പ്, അതിന്റെ പ്രായോഗികമായി എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പ്, വീഡിയോ പ്രസന്റേഷനോടുകൂടി പഠിപ്പിക്കപ്പെടുന്ന ഒരു ക്യാമ്പാണ്. അവിടെ നാളെ രാവിലെ 8:30 മണി മുതൽ ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പാണ്. ഇവിടെ സമീപം നമ്മുടെ കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ, പഴയ ബസ് സ്റ്റാൻഡിലുള്ള ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ക്ലാസുകൾ നടക്കുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട് പരിചയ സമ്പത്തുള്ള പണ്ഡിതന്മാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പിലൂടെ നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ, അതിന്റെ ഗഹനമായ പഠനം, അതിന്റെ
പ്രായോഗികമായ പരിശീലനം നമുക്ക് ലഭിക്കും. നമ്മുടെ അറിവിലുള്ള ആളുകൾക്ക് ഈ വിവരം നമ്മൾ കൈമാറേണ്ടതുണ്ട്. നാളെ രാവിലെ 8:30 മുതലാണ് ആ ക്യാമ്പ് നടക്കുന്നത്. ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേകമായ ആ പഠിക്കാനും വായിക്കാനുമുള്ള കിറ്റും അവർക്ക് നൽകുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു ഇനി അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അല്ലാഹു ഇനി അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് വിശ്വാസികൾ, സഹപ്രവർത്തകർ, പണ്ഡിതന്മാർ അല്ലാഹു ഇനി അവർക്കെല്ലാം